കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാജിവെക്കുമോ എന്ന ചോദ്യം ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ട എല്ലാ മലയാളികളുടെയും മനസ്സിലുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് മലയാളികളുടെ മനസ്സിലുണ്ട്. അദ്ദേഹം യാതൊരു കലവറയില്ലാതെ, അദ്ദേഹത്തിന് സത്യത്തിൽ ഈ രാഷ്ട്രീയക്കാരൻ്റെ കാപട്യവും തട്ടിപ്പൊന്നും അറിയാത്ത ഒരാളാണല്ലോ. നേർക്കുനേരെ അദ്ദേഹം പറയുകയാണ്. ഇന്നലെ സി സദാനന്ദം മാഷ് MP അദ്ദേഹത്തിൻ്റെ MP ഓഫീസ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, അത് സുരേഷ് ഗോപിയെയാണ് വിളിച്ചത്, സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ എനിക്ക് പകരം ഞാനല്ല കേന്ദ്രമന്ത്രിയാകേണ്ടത്, ഞാനത് ആഗ്രഹിച്ചതല്ല, എൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ്, പലപ്പോഴും വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ്. മാത്രമല്ല എനിക്കാണെങ്കിൽ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് വമ്പിച്ച നഷ്ടമാണത്. എൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അഭിനയമാണ് എൻ്റെ ജോലി, അപ്പോൾ എല്ലാ അർത്ഥത്തിലും എനിക്ക് നഷ്ടമാണ്. എൻ്റെ തലയിൽ നിന്ന് ആ കുരിശെടുത്തിട്ട് സദാനന്ദ മാഷെ ആണെങ്കിൽ സത്യത്തിൽ ഇതിന് ഫിറ്റായൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ വെറും MP ആയി ഇരുത്താതെ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയാൽ എത്ര നന്നായിരുന്നു, ഞാൻ ആ ദിവസം സ്വപ്നം കാണുന്നു എന്നൊക്കെ മനോഹരമായിട്ട് ഇന്നലെ സുരേഷ് ഗോപി വളരെ വൈകാരികമായിട്ടാണ്, ആളുകളാണെങ്കിൽ ഒരു നിർനിമേഷരായിട്ടാണ് അത് കേട്ടുകൊണ്ടിരുന്നത്. രാമേന്ദ്ര സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ എന്ത് തോന്നുന്നു, എന്താണ് സംഭവിക്കാൻ സാധ്യത? എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയുടെ ഒരു നിർദ്ദേശമായിട്ട് ഇതെടുത്താൽ നല്ല നിർദ്ദേശമാണത്. സദാനന്ദൻ മാഷ് മന്ത്രിയാവുക, സുരേഷ് ഗോപി മാറുക. കാരണം രാജ്യസഭയിലെ അംഗങ്ങളാണല്ലോ രണ്ടുപേരും. സദാനന്ദൻ മാഷിന് കുറച്ചു കാലം കൂടി അവിടെ ഉണ്ടാവുകയും ചെയ്യും രാജ്യസഭ. രാജ്യസഭയിലാണ്, സുരേഷ് ഗോപി ലോക്സഭയിലുമാണ്. അപ്പോൾ രാജ്യസഭയിലെ അംഗത്വം കൊണ്ട് മന്ത്രിയായിട്ടിരിക്കാമല്ലോ അദ്ദേഹത്തിന്. അപ്പോൾ അതുകൊണ്ട് അതൊരു നിർദ്ദേശമായിട്ട് അദ്ദേഹം പാർട്ടിയുടെ മുമ്പിൽ പരസ്യമായിട്ട് വെച്ചു എന്ന് നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ അത് നോക്കുമ്പോൾ നല്ല നിർദ്ദേശമാണ്. പിന്നെ സുരേഷ് ഗോപി പറയുന്ന എല്ലാത്തിനോടും നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവും എന്നെനിക്ക് തോന്നാറുമില്ല. കാരണം അദ്ദേഹം വിവാദമാകുന്ന പല കാര്യങ്ങളും അദ്ദേഹം ഈ കലവറയില്ലാതെ മാഷ് പറഞ്ഞതുപോലെ തുറന്ന് പറയുന്നത് ഇതൊക്കെ ശരിയാണോ എന്നും നമുക്കറിയില്ല. പല കാര്യങ്ങളും അത് പാർട്ടിയിൽ പറയേണ്ടത് പുറത്ത് പറയുന്നത് ശരിയാണോ, ഇനി പാർട്ടിയിൽ തന്നെ പറയേണ്ടതാണോ പുറത്ത് പറയുന്നത്, പുറത്ത് തന്നെ പറയേണ്ടതാണോ പുറത്ത് പറയുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ എനിക്ക് പലപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങളും ഒക്കെ ഉണ്ടാവാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ കലുങ്ക് പ്രചാരണത്തിനെ പറ്റി ഒക്കെ പാർട്ടിക്കകത്തും ഒക്കെ ഭിന്നാഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ്. അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളെ പറ്റിയും ഒക്കെ ഇവിടുത്തെ പാർട്ടിക്കും ഒക്കെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം ഒരു ഭിന്നാഭിപ്രായമൊന്നും സദാനന്ദൻ മാഷ് ഉണ്ടാവില്ല. അധികാരത്തിലാണ് എങ്കിൽ സദാനന്ദൻ മാഷ് സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇത്തരം തുറന്നു പറച്ചിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പൊതുരംഗത്തിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഡിപ്ലോമസി ഒക്കെ വേണമല്ലോ. കുറെ കാര്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നോക്കിയിട്ട് വേണം. ഈ മെഷീൻ ഗൺ ഫയറിംഗ് എന്ന് പറഞ്ഞൊരു സംഗതി ഈ രാഷ്ട്രീയത്തിൽ ഇത് പറ്റില്ല. ഇങ്ങനെ എല്ലാവരെയും ആക്രമിക്കുക, നമ്മൾ നോക്കാതെ എല്ലാവരും ഇങ്ങനെ മെഷീൻ ഗണ്ണിൻ്റെ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഇതുപോലെ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് പറ്റില്ല. ചില സ്ഥലത്ത് മൗനം, ചില സ്ഥലത്ത് നമ്മൾ അപമാനിക്കപ്പെട്ടാൽ പോലും മിണ്ടാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പൊതുരംഗത്ത് വളരെ പ്രധാനമാണ്. ആളുകളെ ആക്ഷേപിക്കുക, ചില ആളുകൾക്ക് ചില ലൈസൻസ് പിന്നീട് ജനം, ഇപ്പോൾ EK നായനാർക്ക് പലതും പറയാനുള്ള ലൈസൻസൊക്കെ കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിണറായി വിജയൻ അതുണ്ടോ? പിണറായി വിജയൻ നിയമസഭയിൽ തന്നെ ഈയിടെ ആ എട്ടണാട്ടി വെച്ചതുപോലെ എന്ന് പറഞ്ഞപ്പോൾ വലിയ വിമർശനങ്ങൾ നേരിട്ടു. എന്ന് പറഞ്ഞതുപോലെ ഈ സുരേഷ് ഗോപിയുടെ പിന്നാലെ ഒരു വലിയ ക്യാമറ സംഘം ഇല്ലേ, മൈക്കൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ആ സംഘമൊന്നും സദാനന്ദൻ മാഷിന്റെ പിന്നാലെ അങ്ങനെ ശല്യപ്പെടുത്താനുണ്ടാവും എന്നും തോന്നുന്നില്ല എനിക്ക്. മറ്റേ ഭാഗത്ത് പിന്നെ ഈ വരുമാനം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന്, സിനിമാ വരുമാനത്തിൽ നിന്ന് 20% മിമിക്രിക്കാരുടെ സംഘടനയ്ക്ക് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിൽ ഫൗണ്ടേഷൻ ഉണ്ട്, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ സിനിമയെ സംബന്ധിച്ച് തോന്നുന്നത് അദ്ദേഹം ഇനി ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയാൽ തന്നെ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് തേടി വരുമോ? അത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല സിനിമയ്ക്ക് അദ്ദേഹത്തിന് അനുമതി കൊടുത്തല്ലോ അല്ലേ, മന്ത്രി ആയിക്കൊണ്ട് തന്നെ ഈ സിനിമ, ഇപ്പോൾ ഒടുവിലത്തെ സിനിമ അദ്ദേഹം ചെയ്തല്ലോ, ജാനകി വേഴ്സസ് അല്ലേ സ്റ്റേറ്റ് ഓഫ് കേരള, JSK, ആ സിനിമ ജാനകി V
എന്ന പേര്. പിന്നെ ജാനകി വി ആയി. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് തടസ്സമില്ലാന്ന് തോന്നുന്നു. സിനിമയ്ക്ക് തടസ്സമില്ല. പക്ഷെ അത് വേറൊരു പ്രശ്നം അങ്ങനെ വരുമ്പോൾ, ഇപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു അനുമതി കൊടുത്തതാണെങ്കിൽ പോലും വലിയ പ്രതിഫലം വാങ്ങുന്ന ജോലികൾ ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നത് ഒരു മന്ത്രിസഭയ്ക്കും എന്തുമാത്രം ഭൂഷണമാകും എന്നൊരു പ്രശ്നമില്ലേ, പ്രത്യേക ഇളവ് കൊടുത്താൽ പോലും? അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ വരും. അതായത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയില്ലേ. ഇദ്ദേഹത്തിന്റെ താല്പര്യം ഇപ്പോഴും പൊതുരംഗത്തിനേക്കാൾ കൂടുതലായിട്ട് സിനിമയിൽ കിടക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സിനിമ വേണ്ടാന്ന് വെച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോകാനേ പറ്റുള്ളൂ. നമ്മൾ രാഷ്ട്രീയത്തിൽ പോവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഗണേഷ് കുമാർ അല്ലേ, മുകേഷ് സാരമില്ല, മുകേഷ് MLA സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് ഇടക്കിടയ്ക്ക് നിയമസഭ ചേരുമ്പോൾ മാത്രം പോയാൽ മതിയല്ലോ, ഇടയ്ക്ക് പോയി സിനിമയിൽ അഭിനയിക്കാവുന്നുള്ളൂ. പക്ഷെ ഗണേഷ് കുമാർ എല്ലാ ദിവസവും സിനിമയിൽ അഭിനയിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്രിയായിട്ടിരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണമല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒന്ന്. എനിക്കൊരു പ്രധാനപ്പെട്ട പത്രപ്രവർത്തകനെ, ഒരു വലിയ പത്രത്തിൽ രാഷ്ട്രീയ ലേഖകനായിരുന്ന തിരുവനന്തപുരത്തെ ഒരു പത്രപ്രവർത്തകൻ, കരുണാകരനുമായി വലിയ അടുപ്പമായിരുന്നു. അദ്ദേഹത്തിനെ രാജ്യസഭയിലേക്ക് അയക്കാനായിട്ട്, രണ്ടുപേരും തൃശ്ശൂർക്കാരാണ്, കരുണാകരനും അതെ മറ്റേ പത്രപ്രവർത്തകനും അതെ. അപ്പോൾ രാജ്യസഭയിലേക്ക് അയക്കാൻ കരുണാകരന് സമ്മതമായിരുന്നു ആ പത്രപ്രവർത്തകനെ. പക്ഷെ പത്രപ്രവർത്തകനെ വിളിച്ചിട്ട് കോട്ടയത്ത് ചീഫ് എഡിറ്റർ പറഞ്ഞു, ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം, രണ്ടും കൂടി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയായി, അതിപ്പോൾ മുഴുവൻ സമയ ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ സിനിമ വേണം എന്ന് വാശി പിടിക്കരുത്. ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള സംഘർഷം, ആ സംഘർഷം അസ്ഥാനത്തും അനവസരത്തിലുമാണ്. അത് വളരെ പ്രകടമാണല്ലേ അദ്ദേഹത്തിന്റെ എല്ലാ ഭാവത്തിലും, എല്ലാ പെരുമാറ്റത്തിലും, എല്ലാ പബ്ലിക് അപ്പിയറൻസിലും ഉണ്ട് ആ കൺഫ്യൂഷൻ. അത് ഉണ്ടല്ലോ അത് പലപ്പോഴും. മാത്രമല്ല അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ പോലും ഒരു ഈ സ്റ്റുഡിയോയിലെ ഒരു ആക്ഷനും ഭാവവും വാക്കും ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാവുന്നൊരു കാര്യം, ഇപ്പോൾ തുടക്കത്തിൽ സാറ് പറഞ്ഞ പോലെ സുരേഷ് ഗോപിയുടെ ഇന്നലത്തെ പ്രസംഗം ഒരു പൊതു താല്പര്യ ഹർജി പോലെ പാർട്ടി അദ്ദേഹത്തിന്റെ നിർദ്ദേശമായി പരിഗണനക്കെടുത്താൽ നന്നായിരിക്കും. മാത്രമല്ല, സദാനന്ദൻ മാഷ് ഒരു രാഷ്ട്രീയക്കാരനാണല്ലോ, രാഷ്ട്രീയമൊക്കെ അറിയാം. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ഒരാളുമാണ്, വളർന്നു വന്ന ഒരു ആളുമാണ്. അപ്പൊ ആ നിർദ്ദേശം ഗൗരവത്തിൽ മോദിയും അമിത്ഷായും പാർട്ടിയും നഡ്ഡയും ഇനി വരുന്ന BJP പ്രസിഡന്റും ദേശീയ പ്രസിഡന്റ് വരാൻ പോവുകയാണല്ലോ, പുതിയ ആള്, ഒക്കെ കൂടി പരിഗണിക്കേണ്ടതാണ്, ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതാണ്. അതിനിടയിൽ രാഷ്ട്രീയ വിമർശനങ്ങളിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, നേരത്തെ തന്നെ പാർട്ടിയും സുരേഷ് ഗോപിയും അത്ര രമ്യതയിലല്ല എന്നും, തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ പാർട്ടിയെ അദ്ദേഹവും വേണ്ട വിധം പരിഗണിച്ചിട്ടില്ല, പാർട്ടി അദ്ദേഹത്തെയും പരിഗണിച്ചിട്ടില്ല. ആ ഒരു ചൊരുക്ക് പിന്നീട് അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി അനുമതി ചോദിച്ചപ്പോൾ കുറച്ചു കാലം ഹോൾഡ് ചെയ്ത് വെച്ചു. ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ കലുങ്ക് ചർച്ചയിൽ സാറ് പറഞ്ഞ പോലെ തന്നെ കലുങ്ക് ചർച്ചയിൽ പാർട്ടിയുടെ ഒരു സമീപനം, അതുണ്ടാക്കിയ ഡാമേജ്, കലുങ്ക് ചർച്ച ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാക്കിയ ചില ഡാമേജസ് ഉണ്ടല്ലോ, അത് ഈ പാർട്ടിയും സുരേഷ് ഗോപിയും തമ്മിൽ മൂർച്ഛിക്കുന്ന അല്ലെങ്കിൽ കൂടി വരുന്ന ഒരു അകൽച്ചയുടെ കൂടി സൂചനയാവുമോ ഇന്നലത്തെ പ്രസംഗം? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രീയത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ സിനിമയിലെ ഒരു താരപരിവേഷം ഉണ്ടല്ലോ, ആ ആടയാഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട് രാഷ്ട്രീയക്കാരനാകാൻ പറ്റുള്ളൂ. ശരിയാണ്, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷെ ആ തിരക്കഥയിൽ നിന്ന് സുരേഷ് ഗോപി രക്ഷപ്പെട്ടിട്ടില്ല, പുറത്തു കടന്നിട്ടില്ല. അതാണ് സുരേഷ് ഗോപി ഒരു പൂർണ്ണ രാഷ്ട്രീയക്കാരനായിട്ട് മാറിയിട്ടില്ല. അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഉറക്കത്തിലൊക്കെ ആ നടൻ സൂപ്പർ സ്റ്റാർ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് അദ്ദേഹം രക്ഷ പ്രാപിച്ചിട്ടില്ല. അതാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു സിനിമയ്ക്ക് വിട്ടുകൊടുക്കുന്നത് പാർട്ടിക്ക് നന്നായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ സുരേഷ് ഗോപിയെ സൂപ്പർ സ്റ്റാറായിട്ട് വിട്ടുകൊടുക്കുന്നതാണ് BJPക്കും നല്ലത്. ഒരു പക്ഷേ കുറെ കൂടി ഭേദപ്പെട്ടൊരു കേന്ദ്രമന്ത്രിയെ കേരളത്തിന് കിട്ടാനും നല്ലത്, ആ അർത്ഥത്തിൽ നാടിനും നല്ലത് അതായിരിക്കും എന്നാണ് സാറ് പറഞ്ഞു വെക്കുന്നത്. അല്ല, അത് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഒരു ഹർജിയായിട്ടിപ്പോൾ
കൊടുത്തു കഴിഞ്ഞല്ലോ. താല്പര്യ ഹർജിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളുടേതായ നിർദ്ദേശമല്ല, നിർദ്ദേശമായിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന്റെ തന്നെ നിർദ്ദേശമാണ്. പാർട്ടി അത് പരിഗണിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.